സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിലെ ഇന്നത്തെ നമ്മുടെ അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ KG ജ്യോതിർഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം. സർ, ഇറാൻ US യുദ്ധം, ആ യുദ്ധം ഇപ്പോൾ വീണ്ടും ഈ പറയുന്ന പോലെ സമാധാന കരാറൊക്കെ ഉണ്ടായിട്ടും ഇതിപ്പോൾ എല്ലാ അതിരും വിട്ടുപോയി, യുദ്ധം വളരെയധികം ശക്തമായി പോവുകയാണ്. വല്ലാത്ത ആശങ്കയാണ് പശ്ചിമേഷ്യയിലുള്ളത്. സർ, ഇപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്, ആ യുദ്ധം നിർത്താനായി അമേരിക്ക ഉണ്ടാക്കിയ ഒരു കരാറുണ്ടായിരുന്നു. അതിൽ ഇറാനെ ഈ നശിപ്പിച്ചതെല്ലാം പുനർനിർമ്മാണം നടത്തിക്കൊടുക്കുമെന്നും അമേരിക്ക തടഞ്ഞു വെച്ച ഇറാൻ്റെ ഫണ്ട് ഉൾപ്പെടെയൊക്കെ തിരികെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കുറേ ഉടമ്പടികളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എണ്ണക്കച്ചവടത്തിലെ ഉപരോധം. സർ, അന്ന് നിർത്തിയ ആ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരു നമ്പറായിരുന്നോ US-ൻ്റെ? അത് നമുക്കിനിയും അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം തെളിഞ്ഞു കിട്ടേണ്ടിയിരിക്കുന്നു. കാരണം അമേരിക്ക ഇറാന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് പ്രഹരം ഏറ്റുവാങ്ങി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും സമാധാന കരാർ അല്ലെങ്കിൽ ആ ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നിലനിൽക്കുമ്പോൾ പോലും നടക്കുന്ന ഈ യുദ്ധത്തിൽ അതിഭീകരമായ ആക്രമണമാണ് ഒരേ സമയം 140 കേന്ദ്രങ്ങളിലേക്ക് അമേരിക്ക നടത്തിയിരിക്കുന്നത്. അതായത് ഇപ്പൊ നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ മുഴുവൻ അവരുടെ റഡാർ കേന്ദ്രങ്ങളിലും സമുദ്ര തീരത്തുള്ള മിലിറ്ററി സങ്കേതങ്ങളിലേക്കുമാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനിൽ നിന്നും പൂർണ്ണമായിട്ട് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഇറാൻ ഇപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഹോർമൂസ് കടലിടുക്കില് തങ്ങളുടെ അനുമതി ലംഘിച്ചുകൊണ്ട് ഹോർമൂസ് കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച 2 കപ്പലുകളെ തകർത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇറാൻ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചു, തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലുകൾക്കും അതുവഴി കടന്നു പോകാൻ പറ്റില്ല. ഒട്ടേറെ നൂറുകണക്കിന് കപ്പലുകളുടെ പെർമിഷൻ ചോദിച്ചുകൊണ്ടുള്ള അപേക്ഷ തങ്ങളുടെ ഭാഗത്തുണ്ട്. തങ്ങൾ അതിൽ തീരുമാനമെടുത്തിട്ടില്ല. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചു എന്നാണ് ഇറാൻ പറയുന്നത്. അതേ സമയത്ത് അമേരിക്ക പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്, അത് ഓപ്പൺ ആണ് എന്നാണ് പറയുന്നത്. അത് അമേരിക്കയുടെ നിലപാട് അത് ശരിയല്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, സൈപ്രസ് പതാകയുള്ള ഒരു കപ്പലിനെ ആക്രമിക്കുകയും ഇന്ത്യക്കാർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന നാവികരെ അതിനകത്ത് രക്ഷപ്പെടുത്തി. ഇന്ത്യക്കാരനായ ഒരു നാവികനെ കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ ഹോർമൂസ് കടലിടുക്കില് ഈ പറഞ്ഞതുപോലെ ഉള്ള ഗതാഗതം ഇപ്പൊ പൂർണ്ണമായിട്ടും നിലച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് സംഭവിച്ചിട്ടുള്ളത്. അമേരിക്ക ഓപ്പൺ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും വിശേഷിച്ചും ഒമാൻ തീരത്തോടുകൂടി ഈ ഹോർമൂസ് കടലിലൂടെ കപ്പലുകൾ കടക്കാൻ ശ്രമിച്ചതാണ് ഈ എന്താ പറയുക വെടിനിർത്തൽ കരാർ ലംഘിക്കാനായിട്ട് ഇറാനെ പ്രേരിപ്പിച്ചത്. അതാണ് തുടർന്നിട്ട് വീണ്ടും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടാകുകയൊക്കെ ചെയ്തത്. ഇത് ഇപ്പം നമ്മൾ കേൾക്കുന്നത് ഈ അമേരിക്കയുടെ ഒരു തന്ത്രത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് അവരുടെ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു സമീപനമാണ്. അത് ഏത് സംഗതിയാണെങ്കിലും അതിനവർ ഉപയോഗിക്കുന്നത് ഈ മനുഷ്യാവകാശങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, ആഗോള സമാധാനത്തെ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഈ സ്ത്രീ സുരക്ഷ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെല്ലാം ഈ പറഞ്ഞാൽ കേൾക്കാൻ കൊള്ളാവുന്ന സംഗതികളൊക്കെ ഉണ്ടോ, ഒരു സിവിലൈസ്ഡ് സമൂഹത്തിന് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഗുണഗണങ്ങൾ ഏതെല്ലാം ഉണ്ടോ അതിന്റെയൊക്കെ പേരിലായിരിക്കും എപ്പോഴും അമേരിക്ക മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നതും യുദ്ധം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇറാഖിലും ലിബിയയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഇവിടെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദകരെന്ന് പറയുന്നത് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് ഈ ഗൾഫ് കൺട്രികളാണ്, ഗൾഫ് രാജ്യങ്ങളാണ്. ശരിയാണ്, ഗൾഫ് രാജ്യങ്ങൾ അവിടെ വലിയ എണ്ണ ഉൽപാദകരാണ്. പക്ഷെ എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദനം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഈ അമേരിക്കയുടെ എണ്ണ ഉൽപാദനത്തിന്റെ അല്ലെങ്കിൽ ഈ എണ്ണ വില, ക്രൂഡ് ഓയിലിന്റെ വില $70 താഴ്ന്നു കഴിഞ്ഞാൽ എണ്ണ ഉൽപാദനം നഷ്ടത്തിലേക്ക് പോകും. മറിച്ച് 70 മുകളിലേക്ക് പോകുന്നത് എല്ലാം ആ വില മുഴുവൻ അതിഭീമമായ ലാഭത്തെയും കൊണ്ടുവരും. നമ്മളിപ്പോ ഈ കഴിഞ്ഞ യുദ്ധസമയത്ത് 120 രൂപ വരെ പോയിരുന്നു ക്രൂഡിന്റെ വില.
അപ്പൊ ഈ ക്രൂഡിന്റെ വില എപ്പോഴെല്ലാം അസന്തുലിതമാകുന്നുവോ, അമേരിക്കയ്ക്ക് ഗുണമല്ലാത്ത രീതിയിലേക്ക് മാറുന്നുവോ, അതല്ലെങ്കിൽ $70 താഴെ വരുന്നുവോ, അല്ലെങ്കിൽ $70 അടുത്ത് വരുന്നു, ഈ സന്ദർഭങ്ങളിലെല്ലാം ആഗോള എണ്ണ കൈമാറ്റത്തിന് തടസ്സപ്പെടുത്തുന്ന വിധം എന്തെങ്കിലും പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ അമേരിക്ക ഉണ്ടാക്കുകയും കൃത്രിമമായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു 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 വല്ലാത്ത സന്ദിഗ്ധാവസ്ഥ സൃഷ്ടിക്കുകയും അതിലൂടെ ഈ ആഗോള എണ്ണ കൈമാറ്റ വഴികൾക്ക് തടസ്സമുണ്ടാക്കുകയും ഒക്കെ ചെയ്ത് ഈ എണ്ണ വില വർദ്ധിപ്പിക്കുക എന്നൊരു തന്ത്രം. കാര്യം അത് വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയ എണ്ണ ഉത്പാദക രാജ്യം. ഇപ്പോഴാണെങ്കിൽ വെനിൻസുലയുടെ എണ്ണ അവരുടെ കയ്യിലുണ്ട്. അതെ. ഇപ്പൊ ആ രീതിയിൽ അപ്പൊ അതും കൂടെയാണ്, അതും കൂടെ മുൻകൂട്ടി നമ്മൾ കാണണം. അപ്പോ ഈ എണ്ണ നമ്മുടെ ഏഷ്യയിലെ, പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപാദന രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എണ്ണ ലോക വിപണിയിലേക്ക് പോകാതെ വരുമ്പോൾ ഏത് ഭാഗത്തു നിന്നായിരിക്കും എണ്ണ പോവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായിട്ടും അമേരിക്ക ഇപ്പൊ വെനിസുലയുടെ എണ്ണയും കൂടെ അവരുടെ പൂർണ്ണമായ സ്വാധീനത്തിലേക്ക് അല്ലെങ്കിൽ കൈകാര്യത്തിലേക്ക് വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഇത് അമേരിക്ക തങ്ങളുടെ ഖജനാവ് നിറയ്ക്കാനായിട്ട് ഈ ഒരു സന്ദർഭം ഉപയോഗിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ പുതിയ ഈ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം കാണുന്ന ഒരു സംഗതി. അതാണ് എപ്പോഴെല്ലാം എണ്ണവില 70 താഴേക്ക് വരുന്നു, അപ്പോൾ അമേരിക്ക എന്തെങ്കിലും ഈ അസ്ഥിരതകൾ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുകയും ഇത്തരത്തിലൊരു ആഗോള വിപണിയിൽ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുകയും, ഏത് അസന്തുലിതാവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാലും ആദ്യമായി അത് റിഫ്ലക്ട് ചെയ്യുന്നത് ഈ ക്രൂഡിന്റെ വിലയിലായിരിക്കും. കാര്യം അതൊരു അടിസ്ഥാന ഘടകമായതിനാൽ. അപ്പൊ ആ രീതിയിലൊരു തന്ത്രമാണ് ഇപ്പോൾ അമേരിക്ക പ്രയോഗിക്കുന്നത് എന്ന ഒരു എന്താ പറയുക, ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ ഒരു നിരീക്ഷണം വളരെ ശക്തമായി വരുന്നുണ്ട്. അത് ഏതാണ്ട് ശരിയാണെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. കാരണം ഈ കരാർ ഉണ്ടാക്കിയതിനു ശേഷം പെട്ടെന്ന് എണ്ണവില താഴേക്ക് വന്നു. 114 കിടന്ന എണ്ണവില പെട്ടെന്ന് വളരെ വളരെ പെട്ടെന്നാണ് 70-അടുത്തേക്ക് വന്നത്. ഏതാണ്ട് 70 ടച്ച് ചെയ്യാറായ സമയത്താണ് വീണ്ടും ഈ ഒരു മറ്റേ ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടുള്ള യുദ്ധം ആരംഭിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഇറാന്റെ സ്റ്റാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഇറാൻ തുടക്കം മുതൽ പറയുന്ന നിലപാടുകളിൽ ഒരു മാറ്റമില്ല. അപ്പൊ അവർ പറയുന്നുണ്ട്, കരാറിലെ ഏതെങ്കിലും വ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കർശനമായ തിരിച്ചടികൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഹോർമോസ് കടലിടുക്കിലെ ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ധാരണ ഉണ്ടായതിനു ശേഷം ആ ഹോർമോസ് കടലിടുക്കിൽ നിന്ന് ഉള്ള ഈ മൈനുകൾ മാറ്റുന്ന പ്രക്രിയയും അതോടൊപ്പം തന്നെ ഈ 60 ദിവസത്തിന് 1 മാസത്തിനകം ഹോർമോസ് കടലിടുക്ക് ഒരു വളരെ സുഗമമായ കപ്പൽ ഗതാഗതത്തിന് സജ്ജമാക്കുകയും ചെയ്യാമെന്നുള്ള ധാരണയാണ് ഈ സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കിയ ജൂൺ 17 ഈ വെടിനിർത്തൽ കരാറിലുള്ളത്. പക്ഷെ അതിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് അമേരിക്ക നീങ്ങുന്നതിന് പകരം അവിടെ ചെയ്തത് ഒമാനോട് ചേർന്നുള്ള ഭാഗത്തുകൂടി കപ്പലുകൾ കടത്തിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടത്തി. അത് ഇറാനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളിയായിട്ട് കണ്ട് സ്വാഭാവികമായിട്ടും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ധാരണയ്ക്ക് വിപരീതമായി ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചടി ഉണ്ടാവും. ഈ ഇറാന്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ അവരുടെ ആ ഒരു രീതി. അത് അവർ ബോധപൂർവം ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഏത് ഘട്ടത്തിലാണെങ്കിലും തങ്ങൾ പറയുന്നത് കാര്യങ്ങൾ ചെയ്യും എന്ന ഒരു പറച്ചിലും പ്രവൃത്തിയും തമ്മിൽ 1% പോലും വ്യത്യാസം ഇല്ല തങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള വ്യക്തമാക്കാൻ കൂടിയാണ് ഖമേനിയുടെ ഈ ഖബറടക്ക സമയത്താണെങ്കിൽ പോലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ ഇറാൻ അതിശക്തമായിട്ട് ഈ പറഞ്ഞതുപോലെ കുവൈറ്റിലെയും ബഹ്റൈനിലെയും ഒക്കെ അമേരിക്കൻ താവളങ്ങളിലേക്ക് ബോംബിംഗ് വർഷം നടത്തി. ബഹ്റൈനിലാണെങ്കിൽ റഫാൻ അസാൽ എന്ന് പറയുന്ന അവരുടെ LNG ടെർമിനലിൽ ഏതാണ്ട് 20% നശിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 17 മുതൽ 20% വരെ. അപ്പോൾ ഇത് അത് ശരിയാക്കി എടുക്കണമെങ്കിൽ ഇനി കുറഞ്ഞതൊരു 4-5 വർഷത്തെ പണികളിലൂടെ മാത്രമേ അതിനെ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നുള്ളതും പറയപ്പെടുന്നു. അപ്പം ആലോചിച്ച് നോക്കണം, ബഹ്റൈനിലേക്ക് അവർ ആക്രമണം നടത്തി. ബഹ്റൈനിലെ അത് അവരുടെ LNG ടെർമിനൽ നടത്തിയത്. അതോടൊപ്പം അവിടുത്തെ മിലിറ്ററി ഈ 5th ഫ്ലീറ്റിലേക്ക് അമേരിക്കയുടെ നാവികപ്പടയുടെ നേർക്ക് നടത്തുന്നു. അതിനുശേഷം ഒരു ജോർദാനിലേക്ക് നടത്തുന്നു. എന്തിനു പറയുന്നു, അവരുടെ സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഒമാനിലേക്ക് പോലും അവർ ഈ ആക്രമണം നടത്തിയിരിക്കുന്നു. ഖത്തറിലേക്ക് നടത്തിയിരിക്കുന്നു. ഖത്തറിലേക്കൊക്കെ വളരെ കഠിനമായ പ്രഹരമാണ്, അല്ലെങ്കിൽ ഈ ഡ്രോണുകളാണ്
ഇറാൻ ഖത്തറിലേക്ക് വിട്ടത്. ഖത്തറാണ് ഇപ്പൊ ഈ സന്ധി സംഭാഷണത്തിൽ ഏറ്റവും സജീവമായി ഒരു ഒരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടെത്തിങ്കിൽ നിർണായക പങ്ക് വഹിച്ചത് ഖത്തറാണ്. ഇപ്പോഴും നാം മനസ്സിലാകുന്നത് ഖത്തർ അതിതീവ്രമായിട്ട് ആ വെടിനിർത്തൽ കരാറുമായിട്ട് മുമ്പോട്ട് പോയി. ഈ 60 ദിവസത്തിനകം, ജൂൺ 17 ഇനി 60 ദിവസം ബാക്കിയില്ല. ഏതാണ്ട് ഒരു എന്താ പറയുക, ഒരു 50 അല്ലെങ്കിൽ 40-45 ദിവസത്തിനകം ഈ ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ഇപ്പോൾ ഖത്തർ ഏർപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, ഖത്തറൊക്കെ നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ആലോചിച്ചോണം. ഒരേ സമയത്ത് ഇറാനും അനുഭാവപൂർവമായിട്ടുള്ള ഒരു ഒത്തുതീർപ്പ്, അതോടൊപ്പം തന്നെ മധ്യസ്ഥം വഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്കാണ് നടത്തുന്നതെങ്കിലും അതിന്റെ തീവ്രത മുഴുവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതും ഖത്തറിനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഇറാൻ കടന്നു പോകുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു വീണ്ടും ഈ പറഞ്ഞതുപോലെ അമേരിക്ക ഇപ്പോൾ വീണ്ടും എണ്ണയുടെ വില അത്യാവശ്യം ഉയർത്തി. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ദിവസം തന്നെ ബാരലിന്റെ പുറത്ത് $1-2 ഉയരുകയോ താഴുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വ്യത്യാസം ആലോചിച്ച് നോക്കുക. അപ്പൊ ഇപ്പോ വീണ്ടും ഈ പറഞ്ഞതുപോലെ ഒരു ഈ എണ്ണവിലയൊക്കെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഖത്തറിന്റെ ഇടപെടലിലൂടെ ഒരു ഈ വെടിനിർത്തൽ കരാറിലേക്ക് അമേരിക്കയും ഇറാനും എത്തിപ്പെടും എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ഈ കരാർ നടപ്പിലാവുന്നതിന് മുൻപ് അമേരിക്കയുടെ ഈ ആഗോള ആധിപത്യം ഒന്നും കൂടി ഉറപ്പിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. നിലവിലുള്ള അവസ്ഥയിൽ ആ ഒരു ആധിപത്യ സ്ഥാനം അവർക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ അമേരിക്ക വല്ലാതെ ഈ പറഞ്ഞതുപോലെ ഒരു അവരെന്താണോ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചിരുന്നത് അതില്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ടാവും. അതിന്റെ കൂടി ഒരു സൂചനയ്ക്ക് വേണ്ടിയാണോ വെടിനിർത്തൽ കരാറിലേക്ക് പൂർണ്ണമായിട്ടും പോകുന്നതിന് മുമ്പ് ഇത്ര ശക്തമായ രീതിയിൽ ഒരാക്രമണം നടത്തിയതെന്ന് സംശയമുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഇപ്പം ഈ ഇറാനിലെ ഒരു പത്രം ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതായത് ഈ ഇറാൻ പകരം വീട്ടാനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 13 നേതാക്കന്മാരുടെ പേര്. അതിനകത്ത് ഒന്നാമത്തെ ട്രംപ്, പിന്നെ അതേപോലെ തന്നെ ജർമ്മനിയുടെ പ്രസിഡന്റ്, ബ്രിട്ടന്റെ പഴയ കെയർ സ്റ്റാർമർ മുൻ പ്രധാനമന്ത്രി, അതുപോലെ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ, ഇങ്ങനെയുള്ള ലോക നേതാക്കന്മാരാണ് ഈ മറ്റേ പ്രതികാരം ചെയ്യും, അതായത് കൊല്ലും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഇറാന്റെ പട്ടിക എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇത്രയും പശ്ചാത്തലമൊക്കെ ഉണ്ടെങ്കിൽ പോലും താമസിയാതെ ഈ ഒരു താൽക്കാലികമായ ഒരു യുദ്ധാന്തരീക്ഷത്തിന് ശേഷം വീണ്ടും ആ കരാറിലേക്ക് മടങ്ങിപ്പോകും എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും സാറ് പറയുന്ന പോലെ എണ്ണവിലയിൽ തന്നെ, കച്ചവട തന്ത്രത്തിൽ തന്നെ തൂങ്ങിയാണ് ഈ പ്ലേ പോയി എന്ന് പറയുമ്പോഴേ സാർ, ഈ പറഞ്ഞ പുനർനിർമ്മാണം ഇറാന് വേണ്ടി പുനർനിർമ്മാണം നടത്താമെന്നും ഇറാന് കൊടുക്കാതെ തടഞ്ഞു വെച്ച അമേരിക്കൻ ഫണ്ട് ഇതൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യത ഉണ്ടാവുമോ? കാലങ്ങൾ എടുക്കുമായിരിക്കും അല്ലേ? ഇല്ലില്ല, തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഈ അമേരിക്കന്റെ പുനർനിർമ്മാണത്തിനകത്തെല്ലാം ഈ പറഞ്ഞതുപോലെ അമേരിക്കയുടെ താല്പര്യം അല്ലെങ്കിൽ ട്രംപിന്റെ താല്പര്യം, ഇറാന്റെ പുനർനിർണയത്തിനകത്ത് നമ്മൾ കണ്ടാണ് 3 ലക്ഷം കോടി ഡോളറിന്റെ ഒരു ഡീലാണ്. അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇപ്പൊ നമ്മൾ ഈ അമേരിക്ക എന്നല്ല ഇപ്പൊ പറയുക, ഇപ്പൊ ട്രംപും മറ്റു രാജ്യങ്ങളുമായിട്ടാണ് കരാറുണ്ടാക്കുന്നത്. മറ്റേതൊക്കെ നമ്മൾ പറയുക, ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നതല്ല അമേരിക്ക മറ്റു രാജ്യങ്ങളുമായിട്ടൊക്കെ കരാറുണ്ടാക്കുന്നുള്ളൂ. പക്ഷെ ട്രംപിന്റെ വരവിന് ശേഷം ട്രംപും മറ്റു രാജ്യങ്ങളുമായിട്ടാണ് കരാറുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഈ അമേരിക്കയുടെ ഇറാന്റെ പുനർനിർമ്മാണത്തില് ഈ പറഞ്ഞതുപോലെ ഒരു മുഖ്യ പങ്ക് വഹിക്കുക ഈ അമേരിക്കൻ ട്രംപിന്റെ താല്പര്യമുള്ള കൺസ്ട്രക്ഷൻ സംഘങ്ങളും അതേപോലെ ട്രംപിന്റെ മകനും മരുമകനും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു കൺസോർഷ്യം ആയിരിക്കും അതിന്റെയും ഈ നേട്ടം കൊയ്യുക. അപ്പോ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ കരാറിന്റെ മുഖ്യമായ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഒന്ന്, ഹോർമൂസ് കടലെടുക്ക്. 2, ലെബനൻ. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള യുദ്ധം, ഇസ്രയേലിന്റെ ലെബനനെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കുക.
3 ഫ്രോസൺ അസറ്റ് റിലീസ് ചെയ്യുക. ഈ 3 ഘടകങ്ങളാണ് ഈ കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പൊ അതിലിപ്പോ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് തങ്ങൾക്ക് ന്യൂക്ലിയർ ആയുധത്തിനേക്കാൾ പ്രധാനമാണ് ഹോർമൂസ് കടലിടുക്ക് എന്നുള്ളതാണ്. അതെ. അപ്പൊ അത് ശക്തമാക്കാനുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് അമേരിക്കയുടെ താല്പര്യം ഇവര് ഇറാനെ കൊണ്ടൊരു കാരണവശാലും ആണവായുധം ഉണ്ടാക്കാൻ അനുവദിക്കത്തില്ല. അത് അവർ സമ്മതിച്ചിട്ടുണ്ട് താത്വികമായിട്ട്. അപ്പൊ ഇവിടെ വീണ്ടും ഇറാൻ ഇപ്പൊ ഹോർമോസിനകത്ത് മുറുകെ പിടിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫ്രോസൺ അസറ്റ് വിട്ടുകൊടുക്കുക, അതോടൊപ്പം തന്നെ റീകൺസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ആ പാക്കേജ് നടപ്പിലാക്കുക എന്നുള്ളത് രണ്ടും ഉറപ്പിക്കുക. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള ഹിസ്ബുള്ളയുടെ നേർക്കുള്ള ആക്രമണം അവസാനിപ്പിക്കുക. ഈ 3 ഘടകങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഹോർമോസിനകത്ത് പിടിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഈ ഹോർമോസിൽ ഇപ്പൊ ഈ ഇത്രയും വളരെ ശക്തമായിട്ട് പിടിക്കാൻ കാരണം ഈ സമാധാന കരാർ അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ സമാധാന കരാർ പൂർണ്ണമായിട്ട് നടപ്പിൽ വരുത്താൻ വേണ്ടി തന്നെയാണ് ഇറാൻ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്കും ഇതിനകത്ത് യുദ്ധം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടികൾ ഭയങ്കരമായിരിക്കും. 2, ഇറാനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ അവർക്ക് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തരം സംഗതികൾ ഉണ്ടായേ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഈ വെടിനിർത്തൽ ഈ സമാധാന കരാറിലുള്ള ആ ഒരു വ്യവസ്ഥകൾ ഈ വരുന്ന 10-45 ദിവസത്തിനകം സംസാരിച്ച് തീർത്ത് ഒരു ശാന്തതയിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇതിൻ്റെ അപ്ഡേഷൻ. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ അനുദിനം കൂടുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില, അതനുസരിച്ച് കച്ചവട താല്പര്യം. നമുക്ക് നോക്കാം. നന്ദി.